സ്തോത്രം 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 സ്തോത്രം. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത്ര ശക്തിയോടെ വിളിച്ചു പറയുന്നത്, ആത്മഹേമത്തോടെ വിളിച്ചു പറയുന്നത്? പാസ്റ്റർമാരുടെ മക്കൾ, പുരോഹിതന്മാരുടെ മക്കൾ വഴിവിട്ട് നടക്കുന്ന ഒരു കാലമാണിത്. ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ ചെന്ന് മോൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, നമ്പർ തരാൻ, വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പാസ്റ്റർ ഗസ്റ്റായിട്ട് വന്ന പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, ആരാ, എന്താ, എവിടെയാ? ഞാനിപ്പോൾ ഷാപ്പിൽ ഇരിക്കുക, എൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഞാൻ മദ്യപിച്ചുകൊണ്ടിരിക്കുക, എന്താ നിങ്ങൾക്ക് വേണ്ടേ? എങ്ങനെയുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയ വേദനയും എനിക്ക് വലിയ ഭയവും എനിക്ക് വലിയ നടുക്കവുമുണ്ട് ഈ വിഷയം പറയുമ്പോൾ. കാരണം നമ്മുടെ സന്തതികൾ ദൈവത്തെ വിട്ട് അന്യാരാധനയിലേക്കും വചനവ്യവസ്ഥ വിട്ടുള്ള ആരാധന രീതികളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹൃദയം പിടയ്ക്കണം, വേദനിക്കണം, ദുഃഖിക്കണം, കിടന്ന് അലമുറയിട്ട് കരയണം. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ സന്തതിയെ ചൊല്ലി കരയുന്നെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. അവർക്ക് വേണ്ടി ഇരുന്ന് കരയണം. ശുശ്രൂഷ എന്ന് പറഞ്ഞ് തേരപ്പാര നടക്കാതെ, എനിക്കറിയാം ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഉല്ലാസയാത്ര ചെയ്യുന്ന കുറേ പാർട്ടന്മാരുണ്ട്. ഹല്ലേലൂയ. പിക്നിക്കിന് പോകുന്ന പോലെയാണ് പോകുന്നവര്. എടാ, കയ്യിലുള്ള 10 എണ്ണത്തിനെ വളർത്തി കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കി നിർത്ത്, എന്നിട്ട് പോ. ഹല്ലേലൂയ. കയ്യിലുള്ള 5-10 പേരെ കാഹളം തുനിക്കുമ്പോൾ രൂപാന്തരപ്പെടാനോ ഉയർത്തു വരാനായിട്ടോ ഒരുക്കിയെടുക്കേ, എന്നിട്ട് എവിടെയെങ്കിലും പോ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, എനിക്ക് ഉള്ളിൽ ഹേമമുണ്ട് അത് പറയാൻ, പ്രേരണയുണ്ട് പറയാൻ. പാസ്റ്ററിന്റെ ദൗത്യം നിറവേറ്റുന്നില്ലെങ്കിൽ ജനം നരകത്തിലേക്ക് പോകും. എന്താ ദൗത്യം? ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക, ഇത്രയുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. സ്തോത്രം സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരിക. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാലയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പം നമ്മൾ അവരോട് ചേർന്ന് നടക്കാത്തതുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുക? ദുഷിക്കുക. പാർട്ടി ഞങ്ങളെപ്പോലെയൊന്നും വരുന്നില്ലല്ലോ, ഞങ്ങൾ പോകുന്നിടത്ത് വരും, ഞങ്ങൾക്ക് വരാൻ സമയമില്ല. നിങ്ങൾ പോകുന്നത് തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത്. സുവിശേഷ വേലയെന്നും പറഞ്ഞ് വല്ല തന്നിഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 പേര് 10 പേരെ കിട്ടിയാൽ അവരെ കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുക്കി നിർത്താൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. സ്വയം നന്നാകാതെ നമ്മൾ ആരെ നന്നാക്കാൻ നടക്കുക? എന്നോടൊരു പണ്ടൊരു സഹോദരനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആദ്യം നീ നന്നാകും, എന്നിട്ട് മറ്റുള്ളവർ നന്നാക്കാം. ബന്ധക്കാരും ബന്ധക്കാരുമായിട്ട് വഴക്കും വക്കാണുമായിട്ട് നടന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുക. സ്വകുടുംബം തകർന്നു കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കുടുംബത്തെ നന്നാക്കാൻ നടക്കുക. അങ്ങനെയുള്ളവരോട് ഞാൻ രൂക്ഷമായിട്ട് തന്നെ ഇടപെടും. നോ കോംപ്രമൈസ്. ഹല്ലേലൂയ. ഇടപ്രകാരമുള്ള സഹോദരങ്ങളുടെ വഴക്കും വക്കാണുമായിട്ട് നൂറ്റാണ്ടുകൾ കഴിയുക, വർഷങ്ങളോളം, പതിറ്റാണ്ടുകൾ. എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുക, കുടുംബത്തിലെ പ്രശ്നം നടത്തിക്കാൻ നടക്കുക. അതൊക്കെ ചതിയാണ്, വഞ്ചനയാണ്, കാപട്യമാണ്. അങ്ങനെയുള്ള പൈശാചിക സ്വഭാവത്തെയൊക്കെ ഞാൻ രൂക്ഷമായിട്ട് അവരോട് ഇടപെടാനിടയാക്കി. നമുക്ക് സ്വർഗത്ത് പോകണം, നമുക്ക് കർത്താവ് വരുമ്പോൾ പോകണം. അല്ലാതെ നമുക്കിവിടെ ഒന്നും നേടാനില്ല. ഒരു 5 പൈസ കൊണ്ട് ഇവിടെ ആരും പോകത്തില്ല. ഈ വക്രിച്ചുണ്ടാക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരും ഉണ്ടാക്കുന്ന കോടികളിൽ 5 പൈസ പോലും ഇവർ കൊണ്ടുപോകത്തില്ല. അത് വല്ലവരും കൊണ്ടുപോയി തിന്നും, ഇവരൊക്കെ നരകത്തിലോട്ട് പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഉപദേശങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളാണ്. അത് സഭയെ പഠിപ്പിച്ചെടുക്ക്, അത് സഭയെ പ്രബോധിപ്പിക്കേ, എന്നിട്ട് നമ്മളും അതിൽ ജീവിക്കാൻ നോക്കേ. ഞാനൊരു സുവിശേഷകനാണ്, എനിക്കെതിരെ ന്യായമായ കാര്യങ്ങൾ വിരൽ ചൂണ്ടിയാൽ
അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ വിരൽ ചൂണ്ടുന്നവൻ കണ്ട അണ്ടനും അടകോടനും ആയാൽ സമ്മതിച്ചു കൊടുക്കത്തില്ല. വാചന വ്യവസ്ഥയിൽ നിൽക്കുന്നവനായിരിക്കണം. പക്ഷേ ഇന്ന വിഷയങ്ങളിൽ നിങ്ങളൊന്ന് ക്രമീകരണം പ്രാപിക്കും. 100% ഞാനതിനെ ഏറ്റെടുക്കും. എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനൊരു ബലഹീന മനുഷ്യനാണ്. എപ്പോൾ വേണമെങ്കിലും തെറ്റിപ്പോകാം. ആകുന്നത് കൃപയെന്നല്ലാതെ പൗലോസ് പറഞ്ഞ പോലെ ഞാനാകുന്നത് കൃപ. അല്ലെ, ജഡപ്രകാരമുള്ള സഹോദരങ്ങൾ എനിക്കെതിരെ ന്യായമായ ഒരു തെറ്റ്, ഒരു കുറ്റം ആരോപിച്ചാൽ അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു കൂട്ടുവിശ്വാസി ന്യായമായ ഒരു തെറ്റ് എന്നോട് ഉന്നയിച്ചാൽ അത് പരിഹരിക്കാൻ ഞാൻ 100% തയ്യാറാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പുസ്തകമെടുത്ത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആരോപണം ഉന്നയിക്കുമ്പോൾ അതാണ് ഇതാണെന്നും പറഞ്ഞ് ഉടായ്പ പറയുന്നവനെയൊക്കെ കണ്ടം ചെയ്ത് ദൂരെ കളയണം. സ്വത്രം. അവരെയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് സഭയിൽ. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പറയുകയല്ല. കർത്താവ് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നിർമ്മല കന്യകയാണ്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയിപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് 2000 വർഷമായി. ആ നിർമ്മലമായ അവസ്ഥയിൽ നിലനിൽക്കുന്നവരെ, ജീവിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരോട് എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. കണ്ടം ചെയ്ത് ദൂരക്കളയവരെ, സംസാരിക്കാൻ അനുവദിക്കത്തില്ല. അവരുടെ ടോക്ക് വേണ്ട. ദുരുപദേശങ്ങളുമായിട്ടൊക്കെ കിടന്ന് ബന്ധപ്പെട്ടിട്ട് പലരും എന്നോട് വരാറുണ്ട്. ഞാൻ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ആ പരിപാവനമായ ഉപദേശത്തെ അവർ ബലികഴിച്ചു കളഞ്ഞു. കൊള്ള നടത്തി, കള്ളത്തരം കാണിച്ചു, വെട്ടിപ്പ്, തട്ടിപ്പ്, ചതി, വഞ്ചന. 100 സാക്ഷികളുണ്ട് അതിന്. ചുമ്മാ പറയല്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയട്ടെ. ഞാൻ ആരെങ്കിലും ചതിച്ചു? എന്നെ ചതിച്ചതേ ഉള്ളൂ പലരും. പക്ഷെ അതെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. പോയാൽ പോയി, വന്നാൽ വന്നു. നമ്മൾ ചതി ഏൽക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാ. നമ്മൾ ചതിക്കുന്നവരല്ല. ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചതി ഏൽക്കും, പക്ഷേ നമ്മൾ ആരെയും ചതിക്കാൻ പാടില്ല. നമുക്ക് ഒത്തിരി പേര് തരാനുണ്ടാകും. നമ്മൾ ആർക്കും 5 പൈസ കൊടുക്കാൻ ഉണ്ടാകാൻ പാടില്ല. അതെൻ്റെ ഒരു പോളിസി. അത് 5 പൈസ നമ്മൾ ആർക്കും കൊടുക്കാനുണ്ടാകാൻ പാടില്ല. നമുക്ക് പലരും തരാനുണ്ടാകും. അത് സാരമില്ല. നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ സ്നേഹം വഴി ആർക്കൊന്നും കടംപെട്ടിരിക്കരുത്. ഈ വ്യവസ്ഥയൊക്കെ കാറ്റിപ്പുറത്തി അനേകർ ജീവിക്കുന്നുണ്ട്. അവര് നമ്മൾ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഒന്ന് ചാപ്പ കുത്തി അവരിട്ടിരിക്കുക. അവരുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് പാടില്ല. ഞാനത് കർശനമായി ഉപദേശിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ തെറ്റ് ചെയ്ത് ജീവിച്ചവരായിരിക്കാം, ഓക്കെ. എന്നാൽ കർത്താവിനെ അറിഞ്ഞ്, വ്യവസ്ഥയൊക്കെ അറിഞ്ഞ് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ തെറ്റുകളെ തിരുത്തി വിശുദ്ധമായ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നിശ്ചയമായും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ പ്രയോജനപ്പെടാൻ കഴിയും. അതൊക്കെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. തെറ്റ് തിരുത്തുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. തെറ്റാണെന്ന് പറയുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നവനുമായിട്ട് യാതൊരു ഇടപാടും നോക്കി. ഞാൻ അങ്ങനെ പലരെ അകറ്റി നിർത്തിയിട്ടുണ്ട്. അത് മരണം വരെ അങ്ങനെ തന്നെയാണ്. യാതൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടുന്നവരെയും അകറ്റികളെയും അവർക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. അത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഈ പറയുന്നത്. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ശുശ്രൂഷകന്മാരും ദിവാസന്മാരും വിശ്വാസികളെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെ നരകത്തിലേക്ക് വലിച്ചഴിക്കാനാണ് പിശാച് വിവിധ നിലയിൽ ഇടപെടുന്നത്. അത് ബോധപൂർവം തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറന്നടപ്പിൻ്റെ അതേ കവചലിൽ നിങ്ങളും അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്ന അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. നമ്മൾ അങ്ങനെ പോകാത്തതുകൊണ്ട് നമ്മളെ അവർ ദുഷിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത് പറയുന്ന പത്രോസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വായിച്ച്, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 2 തിമോഥെയോസ് 4:1 വായിച്ചാട്ട്. 2 തിമോഥെയോസ് 4:1, ബുക്ക് ഓഫ് ആക്ട്സ് 10:12. ആക്ട്സ് 10:12. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക്ട്സ് 10:12 എന്താണ്? വായിക്കാം, വായിച്ച് കേൾപ്പിച്ചു തരാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. 10:42, സോറി, 10:42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഓ, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവരെയും ന്യായം വിധിക്കുന്നവരെയും ന്യായം വിധിക്കുന്നത് ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വാക്യമാണത്. അടുത്ത് ഞാൻ പറഞ്ഞ വാക്യം ഏതാ? 2 തിമോഥെയോസ് 4:1. 2 തിമോഥെയോസ് 4:1 വായിച്ചാട്ടെ. എടുത്തില്ലേ? ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യം ചെയ്ത് സത്യം ചെയ്ത് കൽപ്പിക്കും. മതി. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ദൈവം. ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. മരിച്ചു പോയെന്ന് വെച്ച് അവർക്ക് ശിക്ഷാവിധി ഇല്ലെന്നില്ല. ജീവിച്ചിരിക്കുന്നവർക്കും ശിക്ഷാവിധി ഉണ്ട്. അതുകൊണ്ടാണ് ജീവിച്ചിരുന്ന് കണ്ണടയുന്നതിന് മുൻപ് പ്രമാണം അനുസരിച്ച് മരിച്ച് നിത്യതയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. മരിച്ചു കഴിയുമ്പോൾ കൊണ്ടൊന്ന് പെട്ടിയിലുള്ളിലാക്കി വെച്ച് ഭാഗ്യനാട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിക്കാണ്ടിരുന്നാലൊന്നും പോകത്തില്ല. പേര് വിളിക്കും നേരം കാണും, പേരൊന്നും വിളിച്ചാലൊന്നും കാണത്തില്ല. അതൊക്കെ ഇന്നത്തെ പെന്തക്കോസ്റ്റ് സ്റ്റൈലാണ്. അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ അവർക്ക് കവർ കിട്ടത്തില്ല. ഇവിടെ കവറല്ല വിഷയം, ആത്മാവ് നിത്യതയിൽ പോകുന്ന വിഷയമാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആര് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും? ഈ പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ടവര്, കഷ്ടത വേണ്ടെന്ന് പറയുന്നവര്, കാമാർത്ഥികളിലും മോഹങ്ങളിലും ബീജുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനം ധർമ്മവിരുദ്ധമായ വിഗ്രഹം നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയവർ എന്ത് ചെയ്യണം? ജീവികൾക്കും മരിച്ചവർക്ക് ന്യായാധിപതിയായി ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഇനി 7-ാം വാക്യം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. ഒരു 10-25 വർഷം മുമ്പൊക്കെ ഈ വചനം പ്രസംഗിച്ചാൽ നമുക്ക് അതൊരു അതിശയോക്തിയായിട്ട് തോന്നും. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ വാക്യത്തിന് പ്രസക്തിയുണ്ട്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഇസ്രയേലാണ് നമ്മുടെ കലണ്ടർ, ഇസ്രയേലാണ് നമ്മുടെ ക്ലോക്ക്. ഇസ്രയേലിലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. അവരേകദേശം എല്ലാ അറബ് രാജ്യങ്ങളിൽ നിന്നും ഒട്ടുമുക്കാലും യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നും അവർ ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും അവരെ കൈവിടും. 100% സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക പോലും അവരെ കൈവിടുന്നൊരു സുദിനം വരുന്നു. അത് പ്രാവചനിക നിവൃത്തിയാണ്. അവരൊറ്റയ്ക്കാകുന്നൊരു സമയം വരും. അവർ കുത്തിയെങ്കിലേക്ക് നോക്കി വിലപിക്കുവാൻ വേണ്ടി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ചെയ്യുന്നൊരു പദ്ധതിയാണ്. അവർ ലോകത്തിൽ ഒരു മനുഷ്യനും തോറ്റു കൊടുക്കുന്നവരല്ല. തോറ്റ ചരിത്രം അവർക്കില്ല. എന്നാൽ അവര് കുത്തിയെങ്കിലേക്ക് നോക്കി വിലപിക്കുവാൻ ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ഇസ്രയേൽ പർവ്വത നിരകളിൽ വന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്ത് അവർ 3-2 തോൽപ്പിച്ച് കൊന്നുകളയുമ്പോൾ അവർ കുത്തിയെങ്കിലും നോക്കി അവര് സ്വത്രം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രാവചനിക നിവൃത്തിയുടെ സമയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വാക്യം പ്രസക്തമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് മുൻപ് ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഗോഗുമാഗോഗിൻ്റെ നേതൃത്വത്തിലുള്ള യുദ്ധം മഹോദരോ കാലത്താണ് നടക്കുന്നത്. അത് വലിയ നാശം വിതയ്ക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് മുൻപ് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുമെന്ന് വിശുദ്ധ പ്രവാചകന്മാരും കർത്താവും നന്നായി പഠിപ്പിച്ചു. അതിനെ കീഴ്മേൽ മറിച്ചു കളയുന്ന
കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇല്ലാതില്ല. മഹോദര കാലത്തിലൂടെ സഭ കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുമുണ്ട്. അവരിവിടെ കിടന്നോട്ടെ, അവരുടെ പഠിപ്പിക്കൽ പ്രകാരം അവരങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാൽ ദൈവവചന വ്യവസ്ഥ പാലിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മഹോദര കാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടും. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയെ, ക്രിസ്തുവിൻ്റെ ശരീരത്തെ, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ പീഡിപ്പിക്കുവാൻ എതിർക്രിസ്തുവിന് ഒരു കാരണവശാലും കഴിയില്ല തന്നെ. ഈ മണ്ടന്മാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ പിശാച് എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? ശരീരമാം സഭ തലയായ ശിരസിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാതെ അന്യതോപദേശത്തിൽ കിടന്നാൽ ഓക്കെ, അത് സംഭവിക്കും. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്ത സഭകൾക്ക് അത് സംഭവിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ, വ്യവസ്ഥയിൽ നിലനിന്ന് നിത്യതയിൽ ചേർക്കപ്പെടുന്ന സഭയ്ക്ക് മഹോദരപീഠമില്ല, പീഡാകാലമില്ല. അതിന് 100 തെളിവുകൾ തരാനായിട്ട് എൻ്റെ പക്കലുണ്ട് വചനത്തിൽ നിന്ന്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുള്ള സമയവും നമ്മുടെ മുൻപിലില്ല. എൻ്റെ വിഷയവും അതല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. കർത്താവ് പറഞ്ഞു, നാളും നാഴികയും അറിയായാൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ ഏത് നാഴിക വരുന്നു എന്നറിയായാൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീനെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. മത്തായി 24 അത് വ്യക്തമായിട്ട് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നമുക്കും തീർച്ചയായിട്ടും അതെടുത്ത് ഒരുങ്ങാനുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയം മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കഴിച്ചും വിവാഹം കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്നറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും ഏതെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ കർത്താവ് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവനൊക്കെ പോകും, അല്ലാത്തവനോടെ ഇരിക്കും. ഇനി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പേ ഇന്ന് ഭൂമിയിലില്ല, കുറവാ. വളരെ ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ രക്ഷ നഷ്ടപ്പെടുത്തിയവന്മാരാണ് ഇന്ന് ഭൂമിയിലുള്ളത് കൂടുതലും. രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തി, നീതിൻ വസ്ത്രം നഷ്ടപ്പെടുത്തി, ആത്മീയ കുരുടന്മാരായി. പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടുള്ള ജീവിതം ആയപ്പോൾ ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി. പുതിയ നിയമസഭയുടെ ഉപദേശം, പഥ്യോപദേശം ഉപനിധി, ആ നിധി നഷ്ടപ്പെടുത്തിയപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയി. രക്ഷാവസ്ത്രവും നീതി വസ്ത്രവും നഷ്ടപ്പെടുത്തിയപ്പോൾ രക്ഷ നഷ്ടപ്പെടുത്തി. നഗ്നനായി, ആത്മീയ നഗ്നനായി, ആത്മീയ കുരുടനായി, ആത്മീയ ദരിദ്രനായി. ഇത് 3 അനുഭവത്തിലേക്ക് തിരിച്ചു വരാതെ സഭയ്ക്ക് രക്ഷയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സകലത്തിന് മുൻപ് തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. 1 തീമോഥെയോസ് 1:5 ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹം, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. അങ്ങനെയുള്ളവരായിരിക്കാനാണ് ഇവിടെ പത്രോസ് പറയുന്നത്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. വെറുവെറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിപ്പിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു ഉപദേശം. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. ഇതൊരു വലിയ വിഷയമാണ്. പ്രസംഗം എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ. അപ്പൊ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രസംഗം ദൈവവചനമായിരിക്കണം. കഥ പറഞ്ഞു, കെട്ടുകഥ, കടവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസംഗമാവുമോ? ഇല്ല. അതെല്ലാം ഈ പ്രസംഗത്തിൻ്റെ മെഷർമെന്റ് വെച്ച് നിങ്ങൾ അളന്നാൽ ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ. ഞാനാ അങ്ങനെ ചെയ്യുന്നത്? പൗലോസ് പറഞ്ഞു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. സ്തോത്രം. 2 തിമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാം, വളച്ചൊടിച്ച് പ്രസംഗിക്കാം. കസേരയ്ക്കും സ്ഥാനത്തിനു വേണ്ടി പ്രസംഗിക്കാം, ആളുകളിക്കാൻ പ്രസംഗിക്കാം, പലതിനും വേണ്ടി പ്രസംഗിക്കാം. ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ 95% അതാണെന്ന് പറഞ്ഞാൽ സത്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. 2 തിമോഥെയോസ് 2:15, 1 കൊരിന്ത്യർ 2:5 എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയായിരുന്നത്. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാകരുത്. ഇന്ന് ആത്മീയ കുളത്തിൽ കുറേ പ്രാസംഗികന്മാർ കിടപ്പുണ്ട്, വലിയ വലിയ തത്വജ്ഞാനം പ്രസംഗിക്കുന്നവർ. അവിടെ പ്രസംഗം കേട്ടാൽ മരം ചാഞ്ഞു വരുമെന്ന് നമുക്ക് തോന്നും, ഒന്നും സംഭവിക്കില്ല. വിശ്വാസി വന്നതുപോലെ തന്നെ ഇരിക്കും. ക്യാപ്റ്റൻ ഷാംപോലെ സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്, മനുഷ്യൻ്റെ പാപത്തിനെതിരെ പ്രസംഗിക്കണം, അവരുടെ മനസാക്ഷിക്കെതിരെ പ്രസംഗിക്കണം, അവിടെ ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പാപത്തിനെതിരെ അവരുടെ മനസാക്ഷിക്ക് കുത്തലുണ്ടാകത്തക്ക നിലയിൽ പ്രസംഗിക്കുമ്പോൾ അവർക്ക് പാപബോധമുണ്ടായി അവർ ആ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് ആ പ്രസംഗം കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. പത്രോസിന്റെ 1-ാം പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചവരും യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചവരും ആണിയടിച്ചവരും അങ്ങനെ ഉപദ്രവിച്ചവരൊക്കെ എന്ത് ചെയ്തു? ആ പ്രസംഗം കേട്ട് അവർക്ക് കുത്തുകൊണ്ടു. നിങ്ങൾ ക്രൂശിച്ച ദൈവത്തിനെ, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം ഉയർപ്പിച്ചു എന്ന് പ്രസംഗിച്ചപ്പോൾ അവർക്ക് കുറ്റബോധമുണ്ടായി. സഹോദരന്മാരെ, നിങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും. അപ്പോൾ പാപമോചനം ആ പ്രസംഗത്തിലുണ്ടായി, അവർക്ക് പാപമോചനമുണ്ടായി. ഇന്ന് പാപമോചനം ഉണ്ടാകുന്ന പ്രസംഗങ്ങൾ എത്രയുണ്ട് ദൈവമക്കളെ? പാപമോചനമുള്ള പ്രസംഗം എത്രയുണ്ട്? എവിടെയുണ്ട് പ്രസംഗം? പാപമോചനമുള്ള പ്രസംഗം എവിടെയാ ഉള്ളത്? ഇല്ല, പ്രസംഗങ്ങളില്ല. പാപമോചനം ഉണ്ടാകുന്ന പ്രസംഗങ്ങളില്ല. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെ അവരുടെ മനസാക്ഷിയിൽ പാപബോധം പ്രസംഗിച്ച് അവർക്ക് പാപത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ, അവർ പാപവഴികളെ വിട്ട് നീതിയുടെ വഴിയിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ വചനവ്യവസ്ഥയിലേക്ക് വരുവാൻ അവർക്ക് അവരുടെ പാപത്തിനെതിരെ പ്രസംഗിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു വാക്യം ഒന്ന് വായിച്ചാലോ? സ്തോത്രം, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22:16 ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ നീ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. മർക്കോസ് 12:14 ആ വാക്യമുണ്ട്, അതുകൂടി ഒന്ന് വായിക്കാം. മർക്കോസ് 12:14. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യങ്ങൾ. ഇതൊന്നും ആരും പ്രസംഗിക്കാറില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്.
ഗുരു, നീ മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ, മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇന്നിവിടെ നടക്കുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഗ്രൂപ്പ് അവിടെ ഉള്ളതെന്ന് നിന്ന് എല്ലാം വളച്ചൊടിക്കുകയല്ലേ ചെയ്യുന്നേ. ഇവിടെ പത്രോസ് പറഞ്ഞു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ. 1 കൊരിന്ത്യർ 2:5 എൻ്റെ വചനമുള്ള പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുള്ള പ്രദർശനത്താൽ അത്രയായിരുന്നു. ഹല്ലേലൂയ. 2 തീമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. 1 തെസ്സലോനിക്കർ 2:13 ഞങ്ങൾ പ്രസംഗിച്ച വചനം ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. അപ്പൊ ദൈവവചനമാണ് പ്രസംഗിക്കേണ്ടത്. ആക്ട്സ് പ്രവൃത്തി 20:20-21 പ്രയോജനമുള്ളത് വേണം പ്രസംഗിക്കാൻ. 1 തീമോഥെയോസ് 4:16 നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗത്തെ ഒന്നിനെ രക്ഷിക്കും. അപ്പൊ പ്രസംഗം എന്താ? ഉപദേശം. ഇപ്പൊ പ്രസംഗത്തിന്റെ ഡോക്ട്രിനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉപദേശം. നമുക്ക് വായു തോന്നുന്നൊന്നും പ്രസംഗിക്കാൻ വ്യവസ്ഥയില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പ്രസംഗിക്കാൻ പാടുള്ളൂ. വല്ലയിടത്തും വല്ലവരും ഒക്കെ പറഞ്ഞ് തേമ്പിയതും അത് ഇതൊന്നും ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. കർത്താവും അപ്പോസ്തലന്മാരും തന്നെ ഉപദേശം വേണം പ്രസംഗിക്കാൻ. കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നേല്യോസ് എന്താ പറഞ്ഞത്? നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ ഇതെല്ലാവരും ഇവിടെ കൂടിയിരിക്കും. കർത്താവ് കൽപ്പിച്ചതെല്ലാം കേൾപ്പാൻ ഞങ്ങളിവിടെ കൂടിയിരിക്കുക. അതാ പ്രസംഗം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6:19-20 വാക്യം ഒന്ന് വായിച്ചോട്ടെ. എഫേസ്യർ 6:19-20. തീത്തോസ് 2:1 പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. തീത്തോസ് 2:9 ഞാൻ വായിച്ചത്. ഭയങ്കര ഒരു വചനമാണത്. ചുമ്മാ എല്ലാം സഭയിൽ പ്രസംഗിച്ചു കൂട്ടാനായിട്ട് നമുക്ക് വ്യവസ്ഥയില്ല പ്രിയമുള്ളവരെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടാൽ ആ വ്യവസ്ഥ അനുസരിച്ച് വേണം പിന്നെ എല്ലാം പ്രസംഗിക്കാൻ. ചുമ്മാ നമുക്ക് തോന്നുന്ന ഒന്നും പറയാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഞാനതുകൊണ്ട് എത്ര ധൈര്യമായിട്ട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. തീത്തോസ് 1:9 പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാൻ വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നു. അതാണ് പ്രസംഗിക്കേണ്ടത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കിടന്ന് ഒരു പാട്ടും പാടി വരവരമീശ കുറച്ച് അപ്പും ചവറും പറഞ്ഞു കൂട്ടിയാൽ അതൊന്നും പ്രസംഗമാകത്തില്ല. ഇന്ന് കാണുന്ന പ്രസംഗപീഠങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നതൊന്നും യഥാർത്ഥ പ്രസംഗങ്ങളല്ല. ഇതെല്ലാം ജനത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ജഡീകന്മാരുടെ വാഗ്ധോരണികളാണ്, അപശബ്ദങ്ങളാണ്, മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങളാണതല്ല, അന്തരീക്ഷ മലിനീകരണങ്ങളാണതൊക്കെ. നല്ല പ്യുവർ ഉപദേശം പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ തരുന്നുണ്ട്. നിങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം, അതാ സഭയെ പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗത്തെക്കുറിച്ച് ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അത് തന്നെ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാനായിട്ട് കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രസംഗം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ്, 1-2 എപ്പിസോഡ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ
നമുക്ക് വ്യവസ്ഥയില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഓരോന്നെടുത്ത് അവരെങ്ങനെ സഭകളിൽ പ്രസംഗിച്ചു, കൊരിന്ത്യസഭയെ എങ്ങനെ പ്രസംഗിച്ച് കേൾപ്പിച്ചു, റോമാസഭയെ എങ്ങനെ പ്രസംഗിച്ച് കേൾപ്പിച്ചു, ലേഖനങ്ങളിലൂടെ അവരെങ്ങനെ എഴുതി അറിയിച്ചു, ആ ലേഖനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ പ്രസംഗിച്ചാൽ മതി. റോമാസഭ, കൊരിന്ത്യസഭ, ഗലാത്യ സഭ, എഫേസ്യ സഭ, ഫിലിപ്പി സഭ, കൊലോസ്യ സഭ, തെസ്സലോനിക്ക സഭ, ആദ്യ സഭകളെ അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങളിലൂടെ പ്രസംഗിച്ച് കേൾപ്പിച്ചു, ലേഖനങ്ങളിലൂടെ എഴുതി അവരെ വായിച്ചു കേൾപ്പിച്ചു. അത് പ്രസംഗങ്ങളാണ്. അവർ വാക്കാൽ പ്രസംഗിച്ചത് പ്രവൃത്തി പുസ്തകത്തിലുണ്ട്. അവർ ലേഖനങ്ങളിലൂടെ സഭയെ പഠിപ്പിച്ചത് ലേഖനങ്ങളിലുണ്ട്. വാക്കാൽ പ്രസംഗിച്ചത് പ്രവൃത്തി പുസ്തകത്തിലും, ലേഖനങ്ങളിലൂടെ അവർ സഭയെ പഠിപ്പിച്ചത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് 1, 2, 3, 4 സഭ സ്വർഗത്തിലാണ്. അവിടെ കിടപ്പുണ്ട്. അതങ്ങോട്ട് പഠിച്ച് പ്രസംഗിക്കുക. അതാ വിശുദ്ധ ഉപദേശം. അതാ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഉപദേശം. അല്ല സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുന്നതൊന്നും ശരിയായ വചനത്തിൻ്റെ വ്യവസ്ഥയല്ല. അത് മനസ്സിലാക്കണം. എനിക്ക് അവരോട് പിണക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് സഭകൾ മുഴുവൻ ക്രിസ്തുവിനെ വിട്ട സഭകളാ. ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്നു കൊണ്ട് ഒരു തെങ്ങുംതോപ്പ് കണ്ടു. തെങ്ങുംതോപ്പിൽ ആയിരക്കണക്കിന് തെങ്ങ് നിൽക്കുക. പകുതി മുക്കാലും തലയില്ലാത്ത തെങ്ങുകളാണ്. ഞാൻ അന്നാ ചർച്ച ചെന്ന് പ്രസംഗിച്ചു. ഇങ്ങനെ തലയില്ലാത്ത തെങ്ങുകളെ കണ്ടു. അതുപോലെ തലയില്ലാത്ത സഭകൾ, ക്രിസ്തുവില്ലാത്ത സഭകൾ, ക്രിസ്തുവിൻ്റെ പ്രമാണമില്ലാത്ത സഭകൾ, തലയില്ലാത്ത ശരീരം ഒഴുകി വരുന്നു സഹോദരാന്ന് പണ്ട് ഞങ്ങളുടെ ഉപദേശി പറഞ്ഞു. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. എന്താണ് ഈ തലയില്ലാത്ത ശരീരം? സഭകൾ തലയില്ലാതെ ഒഴുകി നടക്കുകയാണ്. കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക തലയില്ലാത്ത സഭകൾ, ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിക്കാത്ത സഭകൾ, ക്രിസ്തുവിൻ്റെ ഉപദേശം പഠിപ്പിക്കാത്ത സഭകൾ, നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കാത്ത സഭകൾ, സ്വർഗരാജ്യം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാത്ത സഭകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ ധനസമ്പാദനത്തിനു വേണ്ടി എന്ന് വയോവൃദ്ധനായ ശുശ്രൂഷകൻ പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ പിന്നെ പോകെ അത് വിശ്വസിച്ചു. 100% സത്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രസംഗം എങ്ങനെ ആയിരിക്കണമെന്നല്ല വ്യക്തമായി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ആ